ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസ് ചെയ്ത ഒരു തായ്ലാൻഡ് ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് 404 റൺ റൺ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് നമ്മുടെ കഥാനായകനായ നക്രോബും അവന്റെ കൂട്ടുകാരും ചേർന്ന് പാഴടഞ്ഞു പോയൊരു ഹോട്ടലില് 404 മുറിക്ക് മുന്നില് പേടിച്ച് വിറച്ച് നിൽക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. നായകൻ അങ്ങനെ പേടിച്ചിട്ടാണെങ്കിലും നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരുന്നും പറഞ്ഞ് ആ മുറിയുടെ ഡോറില് ശക്തിയായിട്ട് തട്ടാൻ തുടങ്ങി. അപ്പൊ തന്നെ ടപയെന്ന് പറഞ്ഞ് ഡോർ തനിയെ തുറന്നു വന്നു. മുറിക്കകത്ത് പ്രേതത്തെ കാണുന്നില്ല. ലൈറ്റൊക്കെ മിന്നി മിന്നി നിൽക്കുക. ആ പ്രേതത്തിന്റെ അലർച്ചയോടെയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. അങ്ങനെ തന്നെ ഈ കഥ ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ കഥാനായകൻ ഒരു ഹൗസ് ഫ്ലിപ്പർ ആണ്. അതായത് കുറഞ്ഞ വിലക്ക് പഴയ വീടുകളൊക്കെ വാങ്ങി അതൊക്കെ റെനോവേറ്റ് ചെയ്ത് പുത്തൻ പുതുതാക്കി അധിക വിലക്ക് മറച്ചു വിൽക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും നായകൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ ജോലി ചെയ്യുന്നതെന്ന്. ഒരിക്കലുമല്ല, കംപ്ലീറ്റ് ഉടായിപ്പാണ്. വീടിന്റെ റെനോവേഷൻ വർക്കൊന്നും മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ നക്രോബ് വിൽക്കുന്ന ഓരോ വീടുകൾക്കും അവൻ പ്രതീക്ഷിക്കുന്നത് പോലെ വലിയ വിലയൊന്നും കിട്ടാറില്ല. പിന്നെ നക്രോബും അവന്റെ ഗേൾ ഫ്രണ്ടും ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി നടത്തുന്നുണ്ട്. നായകനെ ഈ വീടെല്ലാം തന്നെ റെനോവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് അവന്റെ അങ്കിളായ ചോക്കും അദ്ദേഹത്തിന്റെ മകനായ സുക്രോങ്ങും പിന്നെ നായകന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ നാമും ചേർന്നാണ്. ഇവര് 4 പേരും ചേർന്നാണ് ഈ തരികട പരിപാടിയൊക്കെ കാണിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, നായകൻ റെനോവേറ്റ് ചെയ്യുന്ന ഒരൊറ്റ വീട് പോലും അധിക വിലക്ക് വിറ്റ് പോവാറില്ല. മൊത്തം നഷ്ടത്തിലായി. പലിശയ്ക്ക് പണം എടുത്തിട്ടാണ് നക്രോബ് ഇതൊക്കെ ചെയ്യുന്നത്. ആ പലിശക്കാശ് പോലും അവനെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അവന്റെ ഗേൾ ഫ്രണ്ട് ലിന്നാണെങ്കിൽ നായകൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നതും കാത്ത് അവന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. നായകൻ അത് കണ്ട ഭാവമില്ല. ആദ്യം ഈ കടങ്ങളൊക്കെ തീർക്കണം, എന്നിട്ട് കുറെ പണം സമ്പാദിക്കണം, പണക്കാരനാവണം, എന്നിട്ട് മതി ഈ കല്യാണം എന്നൊക്കെയാണ് നായകൻ പറയുന്നത്. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അത് നടക്കാൻ പോണില്ല. അന്ന് വൈകിട്ട് നായകൻ ഓഫീസിലെത്തുമ്പോ അവൻ കടം വാങ്ങിയ ആ പലിശക്കാരനില്ലേ നക്രോബിന്റെ കഴുത്തിന് പിടിക്കുന്നുണ്ട്. പണം തന്നില്ലെങ്കില് പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയില്ലേ? ആ പലിശക്കാരൻ അവന്റെ തലയില് ഗണ്ണ് വെക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും കരഞ്ഞ് കാല് പിടിച്ചിട്ടും ബാക്കി പണം കിട്ടാതെ അയാൾ അവനെ വിടാൻ തയ്യാറല്ല. ലിന്നങ്ങനെ സേവ് ചെയ്ത് വെച്ചിരുന്ന പണം അത് ആ പലിശക്കാരന് കൊടുക്കുകയാണ്. അതവരുടെ കല്യാണത്തിന് വേണ്ടി സേവ് ചെയ്ത് വെച്ചിരുന്ന പണമായിരുന്നു. അവൻ ഗേൾ ഫ്രണ്ടിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു ലാസ്റ്റ് ചാൻസ് താ പ്ലീസ്, എത്രയും പെട്ടെന്ന് ഞാൻ ഇതെല്ലാം തന്നെ ശരിയാക്കാം, പ്രോമിസ്. ഇപ്പോ നക്രോബിന്റെ കടങ്ങളൊക്കെ തീർത്ത് കുറച്ചധികം പണം കിട്ടണമെങ്കിൽ വലിയൊരു പ്രോപ്പർട്ടി വാങ്ങണം, എന്നിട്ടത് അധിക വിലക്ക് മറച്ചു വിൽക്കണം. അവനങ്ങനെ സൈറ്റിൽ നിന്ന് കുറഞ്ഞ വിലക്ക് കിട്ടുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ തെരഞ്ഞു നോക്കുകയാണ്. അങ്ങനെയാണ് ഹിൽ സൈഡിലുള്ള പഴയൊരു ഹോട്ടലിന്റെ പരസ്യം അവൻ ശ്രദ്ധിക്കുന്നത്. ആ ഹോട്ടലിന്റെ വില അവൻ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വളരെ കുറവാണ്, 20 ലക്ഷം. എന്തായാലും ആ പരസ്യം കണ്ട് നക്രോബാകെ കൺഫ്യൂസ് ആയി. ഇത്രയും വില കുറഞ്ഞിട്ടും ആ ഹോട്ടൽ എന്തായിരിക്കും വിറ്റുപോവാതിരുന്ന്? അങ്ങനെ അവസാനം അവർ ആ ഹോട്ടൽ വാങ്ങാൻ തന്നെ തീരുമാനിക്കുക. അടുത്ത ദിവസം അവർ ആ ഹോട്ടൽ വാങ്ങാനായിട്ട് തായ്ലാന്റിലെ ടക്വാപ്പ എന്ന ടൗണിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് അവരൊരു ലോട്ടറി കച്ചവടക്കാരനോട് വഴി ചോദിക്കുന്നുണ്ട്. ഈ സുഖിയനിരുൾ ഹോട്ടൽ എവിടെയാ? ആ പേര് കേട്ടതോടെ പുള്ളിക്കാരന്റെ മുഖത്തുണ്ടായിരുന്ന ആ ചിരി അങ്ങ് പോയി. മരിക്കാൻ വന്നതാണോ? ഇത് കേട്ട് നാമിന് ദേഷ്യം വന്നു. നിങ്ങൾ എന്തേ പറയുന്നേ? വഴിയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോഴും അയാള് മരിക്കണോ മരിക്കണോ ഇത് തന്നെ പറഞ്ഞോണ്ട് നിൽക്കുക. നാമിന് ദേഷ്യം വന്ന് അയാളുമായിട്ട് വഴക്കിടുന്നുണ്ട്. നിന്നോട് ഞാൻ മാന്യമായിട്ട് നന്നായിട്ടല്ലേ സംസാരിച്ചത്, അതിന് നീ എന്നോട് ചാവുന്ന കാര്യല്ലേ ഈ പറയുന്നേ? അപ്പോഴേക്കും ഈ ബഹളമൊക്കെ കേട്ട് നാട്ടുകാരൊക്കെ കൂടി. ഇനി ഇവിടെ നിന്ന് ബഹളം വെച്ചാല് നല്ല ഇടി കിട്ടും. ആ ലോട്ടറിക്കാരൻ അങ്ങനെ നിങ്ങൾക്കിപ്പോ മരിക്കണം, നേരെ പൊയ്ക്കൊന്നും പറഞ്ഞ് ഒരു മലയിലേക്ക് കൈ ചൂണ്ടി കാണിക്കുകയാണ്. അവിടെയാണ് ആ ഹോട്ടൽ ഉള്ളത്. അവരങ്ങനെ ആ ഹിൽ സൈഡിലുള്ള ആ ഹോട്ടൽ കണ്ടെത്തി. ആ കെട്ടിടത്തിന്റെ വലിപ്പം കണ്ടിട്ട് നായകൻ ഒത്തിരി എക്സൈറ്റഡ് ആയി. അപ്പോഴേക്കും നായകൻ കോണ്ടാക്ട് ചെയ്തിരുന്ന ബ്രോക്കർ അങ്ങോട്ടെത്തി അവർക്ക് ആ ഹോട്ടലിൽ തുറന്നു കാണിച്ചു കൊടുക്കുക. പുള്ളിക്കാരൻ ഹോട്ടലിനെ കുറിച്ച് വാ തോരാതെ സംസാരിക്കുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്റെ കയ്യില് കുറച്ച് കാശുണ്ടായിരുന്നെങ്കിലേ ഇത് ഞാൻ തന്നെ വാങ്ങിയേനെ. ഈ ഒരു ഡയലോഗ് നക്രോബ് അവന്റെ ക്ലയൻസിനോട് പറയാറുള്ളതാണ്. അതിന് നക്രോബ് ചോദിക്കും, അതൊക്കെ പോട്ടെ, നിങ്ങൾ പറഞ്ഞത് ഇതിന്റെ മുന്നത്തെ ഓണർ ആശിച്ച് മോഹിച്ച് ഒരുപാട് അലങ്കാരങ്ങളൊക്കെ ചെയ്തു എന്നല്ലേ, പിന്നീട് എന്തിനാ ഇത് നടത്തിക്കൊണ്ടു പോവാതെ പലതവണ വിറ്റത്? അതിനാ ബ്രോക്കർ മറുപടി ഒന്നും പറയാതെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. ചിലപ്പോ ഈ സ്ഥലം നിങ്ങളെ
പോലെ നല്ല മനസ്സുള്ള ആളുകൾക്ക് വേണ്ടി വിധിച്ചതായിരിക്കും. അതല്ലേ നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? സംസാരിച്ച് നേരം കളയാതെ ഞാൻ ഈ ഹോട്ടലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാന്നും പറഞ്ഞ് ആ ബ്രോക്കർ അവരെ മുകളിലേക്ക് കൊണ്ടുപോയി. ഈ ഹോട്ടലിൽ മൊത്തം 80 മുറികളുണ്ട്. അവരങ്ങനെ 4ാമത്തെ ഫ്ലോറിൽ എത്തിയതും ആ ബ്രോക്കർ അങ്ങനെ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അയാള് പെട്ടെന്ന് തന്നെ നമുക്ക് താഴേക്ക് പോവാം, താഴെ കുറെ മുറികളുണ്ട്, നമുക്ക് അതൊക്കെ കാണാനേ എന്നൊക്കെ പറഞ്ഞ് അയാൾ അവരെ പിടിച്ച് വലിച്ചുകൊണ്ട് താഴേക്ക് പോവുക. പെട്ടെന്നാണ് അടഞ്ഞു കിടന്നിരുന്ന 404ാമത്തെ മുറിയുടെ ഡോറ് തനിയെ തുറക്കുന്നത്. ആ ശബ്ദം കേട്ട് നാമും സുക്രോങ്ങും തിരിഞ്ഞു നോക്കുമ്പോ ടബയെന്ന് പറഞ്ഞ ഡോർ അങ്ങ് ക്ലോസ് ആയി. അവര് രണ്ടുപേരും ഇക്കാര്യം നായകനോട് പറയും. അവരെങ്ങനെ ഈ ഹോട്ടലിൽ വാങ്ങണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്തോണ്ടിരിക്കുക. ബ്രോക്കർ ഇവിടെ നേരം പോയി, എനിക്ക് പോണം എന്നൊക്കെ പറഞ്ഞ് വാച്ചിലേക്ക് നോക്കുമ്പോ ദേ താഴെ അയാൾക്ക് പിന്നിലൊരു നിഴല് കാണാം. തിരിഞ്ഞു നോക്കുമ്പോ അതൊരു പ്രതിമയാണ്. ഇവിടെ കൂട്ടുകാര് ചേർന്ന് നായകനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിന് നായകൻ തയ്യാറല്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും പ്രേതങ്ങള് മനുഷ്യരെ കൊന്നിട്ടുള്ളത്? അവൻ നേരെ ചെന്ന് ആ ബ്രോക്കറോട് ചോദിക്കും, ഇവിടെ പ്രേതമുണ്ടോ, അതോ ഈ ഹോട്ടലില് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? പ്രേതോ? ഹേ അങ്ങനൊന്നുമില്ലെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇവിടെ പ്രേതം ഉണ്ടെന്നറിഞ്ഞ എന്തായാലും ആരും ഈ സ്ഥലം മേടിക്കാൻ പോണില്ല. അങ്ങനെ 20 ലക്ഷത്തിന്റെ ഹോട്ടലില് നായകൻ 10 ലക്ഷത്തിന് മേടിക്കുകയാണ്. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് അവര് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ആ ഹോട്ടലിലേക്ക് എത്തുമ്പോ അവിടെ റെനോവേഷൻ വർക്കിന് വേണ്ടി നാമ കുറച്ച് ജോലിക്കാരെ കൊണ്ടുവന്നിരുന്നു. ആ പണിക്കാരെല്ലാവരും ഞങ്ങള് പ്രേതത്തെ കണ്ടേന്നും പറഞ്ഞ് ആ ഹോട്ടലിന് വെളിയിലേക്ക് ഓടാണ്. ആ നാട്ടിൽ നിന്നാണെങ്കിൽ ഒരു പണിക്കാര് പോലും അങ്ങോട്ട് ജോലി ചെയ്യാനായിട്ട് വന്നില്ല. ഇപ്പോ പുറത്തുനിന്ന് കൊണ്ടുവന്ന ജോലിക്കാര് പ്രേതത്തെ കണ്ട് പേടിച്ചോടിപ്പോയി. ഇനി എന്ത് ചെയ്യും? ഇപ്പോ നക്രോബ് മാമനോട് ചോദിക്കും, നിങ്ങൾ ആ പ്രേതത്തെ കണ്ടോ? അതിന് മാമൻ പറയും, ഞാൻ പ്രേതത്തെ കണ്ടിട്ടില്ല. ഞാൻ ഈ ഒരാഴ്ച വെള്ളം അടിച്ച് നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷേ ആ പണിക്കാര് പറഞ്ഞത് അതൊരു സ്ത്രീയുടെ പ്രേതാണെന്ന്. ഇവരങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ തല പുകഞ്ഞു നിൽക്കുന്ന നേരത്താണ് ജി എന്നൊരു ഡെലിവറി ലേഡി അവർക്കുള്ള ഫുഡും കൊണ്ടുവരുന്നത്. ജി ഈ ടൗണിലെ തന്നെ ഒരു ബാറിലാണ് ജോലി ചെയ്യുന്നത്. അവരങ്ങനെ ആ ഫുഡിന്റെ പണം കൊടുത്ത് ഈ ഹോട്ടലിനെ കുറിച്ച് ജിയോട് ചോദിക്കും. ആദ്യമൊന്നും ആ സ്ത്രീ അവരോട് സംസാരിക്കാൻ തയ്യാറായില്ല. 1994ലാണ് ലളിത എന്നൊരു സ്ത്രീ തന്റെ ഭർത്താവിന് വേണ്ടി ഈ ഒരു ഹോട്ടലിൽ പണി കഴിപ്പിച്ചത്. ആ സ്ത്രീ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ മകളായിരുന്നു. ലളിതയും ഓങ്കാർ എന്നൊരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ ലളിതയുടെ പേരൻസ് ആ ബന്ധത്തിന് തയ്യാറായിരുന്നില്ല. അങ്ങനെ ലളിത പേരൻസിനെയൊക്കെ ഉപേക്ഷിച്ച് ഓങ്കാറിന്റെ കൂടെ ഇറങ്ങിപ്പോയി. അവര് കല്യാണം കഴിച്ചു ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഈ ഹോട്ടല് അത് ഓങ്കാറിന്റെ സ്വപ്നമായിരുന്നു. അത്രയും സന്തോഷത്തിലായിരുന്നു അവർ ആ 404 മുറിയിൽ താമസിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ അവർക്കിടയിൽ എന്ത് പറ്റിയെന്നറിയില്ല. ലളിത തന്റെ ജീവനായ ഓങ്കാറിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. എന്നിട്ട് അതേ കത്തിയോണ്ട് തന്നെ ലളിതയും സ്വയം മരിക്കുകയായിരുന്നു. ആ സ്ത്രീ ഈ കഥകളൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കുക. ഈ ടൗണിലെ ആളുകൾ വിശ്വസിക്കുന്നത് ഇവിടെ ലളിതയുടെ പ്രേതം ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ആരും ഈ പരിസരത്തേക്ക് വരാറില്ല. ഇപ്പൊ ആ ഹോട്ടലില് പ്രേതം ഉണ്ടെന്നറിഞ്ഞപ്പോ അവര് പേടിച്ചിട്ട് അന്ന് രാത്രി അവരെല്ലാവരും ഹോട്ടലിന് വെളിയില് ടെന്റ് അടിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാ, അന്ന് രാത്രി നല്ല ശക്തിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അവർക്ക് വേറെ വഴിയില്ലാതെ ആ പ്രേത ഹോട്ടലിൽ തന്നെ താമസിക്കേണ്ടി വന്നു. നാമും സുക്രോങ്ങും നായകന്റെ കൂടിയാണെന്ന് ഉറങ്ങുന്നത്. അവനാണെങ്കിൽ ശ്വാസം കിട്ടാതെ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നക്രോബിന് ദേഷ്യം വന്ന് കൂട്ടുകാരനായിട്ട് ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. അപ്പതേ താഴെ കിടന്നിരുന്ന സുക്രോങ് നായകനെ വിളിക്കുന്നു. അവൻ താഴേക്ക് നോക്കുമ്പോ അതവന്റെ കൂട്ടുകാരനല്ല, ഒരു ഡെഡ് ബോഡിയാണ്. അവനെ കൊണ്ട് അത് വിശ്വസിക്കാൻ വയ്യ. പെട്ടെന്ന് ആ ഡെഡ് ബോഡി ചടപടയെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവൻ പേടിച്ച് വിറച്ച് അടുത്ത് കിടന്നിരുന്ന നാമിനെ വിളിച്ചു, എണീക്കടാ. പെട്ടെന്നാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കണ്ണു തുറക്കുന്നത്. ഈ കണ്ടത് ഒരു സ്വപ്നം തന്നെയായിരുന്നു. എന്നാ നായകൻ ഞെട്ടി എണീറ്റതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരും സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുക. ഇല്ല, ഇത് സ്വപ്നാണ്, സത്യമല്ലാന്നും പറഞ്ഞ് അവര് നായകന്റെ മോന്തക്കിട്ട് 2 എണ്ണം കൊടുക്കും. നായകന്റെ കഴുത്തില് ആരോ കഴുത്ത് പിടിച്ച് ഞെരിച്ചതുപോലെ പാടുകളുണ്ടായിരുന്നു. അവരത് കണ്ട് പേടിച്ചിരിക്കുമ്പോഴാണ് റൂമിന്റെ ഡോറില് പടപടയെന്ന് തട്ടുന്നത്. മറ്റു 2 പേരും പേടിച്ചിട്ട് പുതപ്പിനടിയിൽ ഒളിച്ചിരുന്നു. നക്രോബ് പേടിച്ച് പതിയെ ചെന്ന് വിവർ ലെൻസ് വഴി പുറത്തേക്ക് നോക്കി. അതവന്റെ മാമനാണ്. പുള്ളിക്കാരന് നല്ല ധൈര്യമുള്ളതുകൊണ്ട് തന്നെ കഴുത്തില് നിറയെ ആമുലറ്റും മുഖത്ത് നിറയെ ഭസ്മൊക്കെ പൂശിയിട്ടുണ്ട്. ചോക്കങ്ങൾ ചോദിക്കും, ചെറുക്ക എന്തവിടെ ബഹളം, എനിക്ക് കിടന്നുറങ്ങണ്ടേ, അതോ ഞാനൊരു സ്വപ്നം കണ്ടു? മാമൻ എന്തെങ്കിലും സ്വപ്നം കണ്ട് പേടിച്ചായിരുന്നോ? ആടാ, ഞാൻ സ്വപ്നം കണ്ടു. ഞാനൊരു മസാജ് പാർലറിലായിരുന്നു. മതി നിർത്ത്, കൂടുതലൊന്നും പറയണ്ട, ഞാൻ ഉറങ്ങാൻ പോവാന്നും പറഞ്ഞ് നായകൻ തിരിഞ്ഞു നടക്കുമ്പോ അങ്കിള് ചോദിക്കും, ആ 2 ചെറുക്കന്മാരെന്തിനാ എന്റെ ബെഡിൽ വന്ന് കിടക്കുന്നേ? എന്തൊരു ശല്യം അത്. ഇത് കേട്ട്
കേട്ട് നായകൻ ഞെട്ടി നിൽക്കുക. നാമും സുക്രോങ്ങും നായകന്റെ മുറിയിലല്ലേ. ഇപ്പോ അവര് രണ്ടുപേരും തലവഴി പുതപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പൊ പിന്നെ ഇത്ര നേരം അങ്കിളിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാ? അതറിയാനായിട്ട് അവര് 4 പേരും പതിയെ പതിയെ ചോക്കങ്ങളിന്റെ മുറിക്ക് അടുത്തേക്ക് നടന്നു. അപ്പൊ തന്നെ അവിടെയുള്ള ലൈറ്റ്സ് ഒക്കെ മിന്നാൻ തുടങ്ങി. പിന്നെ ഒരു സ്ത്രീയുടെ അലർച്ച കേൾക്കാം. ഇതൊക്കെ എന്റെയാണ്, ഞാൻ ഇവിടെ തന്നെ താമസിക്കും, ഇറങ്ങിപ്പൊയ്ക്കോ. ഇവരാണെങ്കിൽ ആ ശബ്ദങ്ങൾ കേട്ട് പ്രേതം പ്രേതം എന്ന് പറഞ്ഞ് കരയുക. ആ കോറിഡോറില് അവർക്ക് ഒന്നിനെയും തന്നെ കാണാൻ പറ്റുന്നില്ല. ആ പ്രേതത്തിന്റെ അലർച്ച കേട്ട് പേടിച്ചു പോയ 4 പേരും പിറ്റേന്ന് തന്നെ ഒരു ബുദ്ധ സന്യാസിയെ ആ ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. പുള്ളിക്കാരൻ മന്ത്രങ്ങളൊക്കെ ജപിച്ച് എല്ലാത്തിന്റെയും തലക്കിട്ട് ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ 4ാമത്തെ ഫ്ലോറിൽ എത്തിയതും അവിടെ വല്ലാത്തൊരു സ്മെല്ല് എടുക്കാൻ തുടങ്ങി. ആ സ്മെല്ല് കൊണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നക്രോബ് ആ സന്യാസിയെ കണ്ട ധൈര്യത്തില് ആ ഡോറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് അയാളോട് പറയും, സന്യാസി ഈ പ്രേതത്തെ അങ്ങ് ഓടിച്ചു വിട്. അടുത്ത നിമിഷം തന്നെ ആ 404 മുറിയുടെ ഡോറ് അങ്ങനെ തനിയെ തുറന്നു വന്നു. അവൻ പതിയെ തിരിഞ്ഞു നോക്കിയതും ടപയെന്ന് പറഞ്ഞ ഡോറ് ക്ലോസ് ആയി. അത് കണ്ടപാടെ തന്നെ എന്റെ അമ്മയെന്ന് പറഞ്ഞ ആ സന്യാസി അവിടെ നിന്ന് ഓടാൻ നിൽക്കുക. നാം ആ സന്യാസിയെ പിടികൂടി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എവിടെ പോവാ, പ്രേതത്തെ ഓടിച്ചിട്ട് പോയാ മതി, അല്ലെങ്കിൽ നിങ്ങളെ ആ അമ്പലത്തിൽ നിന്ന് ഞാൻ പുറത്താക്കും. അങ്ങനെ പേടിച്ച് സന്യാസി അവിടെയൊക്കെ വെള്ളം തെളിച്ച് മുന്നോട്ട് നടക്കുമ്പോ മുകളിലെ പൈപ്പിൽ നിന്ന് രക്തത്തുള്ളികൾ വീഴാൻ തുടങ്ങി. പിന്നെ പറയണ്ടല്ലോ, എന്നെ കൊണ്ട് പറ്റത്തില്ലേ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോന്നും പറഞ്ഞ് സന്യാസി തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. മാമൻ ആ ഹോളി വാട്ടറും കൊണ്ട് കിടുകിടാന്ന് വിറക്കിയ. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്കിൾ ആ പ്രേതത്തെ വഴക്ക് പറയാൻ തുടങ്ങി. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിലേ എന്റെ മുന്നിലേക്ക് വാ, നിന്നെ ഞാൻ വറുത്ത് ഉപ്പേരി വെക്കുന്നു പറഞ്ഞ് കടിച്ചാ പൊട്ടാത്ത മന്ത്രങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ആകെ മൊത്തത്തിൽ സൈലന്റ് ആയി. ഇത്രയുള്ളൂ, പ്രേതം പോയിന്നും പറഞ്ഞ് അങ്കിള് ചിരിക്കുക. പക്ഷേ ആ സമയം മുകളിലെ പൈപ്പിൽ നിന്ന് ബ്ലഡ് ചീറ്റാൻ തുടങ്ങി. അടുത്ത നിമിഷം തന്നെ 4 മുറിയുടെ ഡോർ തുറന്നു വന്നു. ഇപ്പോഴാണ് അവര് ലളിതയുടെ പ്രേതത്തെ നേരിട്ട് കാണുന്നത്. ആ പ്രേതം അങ്ങനെ ഒരു കത്തിയായിട്ട് അവരെ കൊല്ലാനായിട്ട് പാഞ്ഞു വന്നു. അവര് 4 പേരും പേടിച്ച് കരഞ്ഞ് താഴേക്കോടി. എന്നാ മെയിൻ ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടോ? മാത്രമല്ല കൂട്ടത്തില് നാമിന് മാത്രം ഓടാൻ വയ്യ. അവന്റെ കാല് ഫ്രീസായി അനങ്ങാൻ പറ്റുന്നില്ല. പാവം എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മെയിൻ ഡോറിന്റെ അടുത്തെത്തി. ആ പ്രേതം പിന്നാലെ തന്നെയുണ്ട്. ഇവരങ്ങനെ അലറിക്കരഞ്ഞുകൊണ്ട് ഒരു വിധത്തില് വാതിലൊക്കെ തള്ളി തുറന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടു. അവര് ജോലി ചെയ്യുന്ന ആ ബാറിലെത്തി. എന്നാലും രക്ഷയില്ല, ലളിതയുടെ പ്രേതം അവരുടെ പിന്നാലെ തന്നെയുണ്ട്. ആ ബാറിന് വെളിയില് ആ പ്രേതം നിൽക്കുന്നുണ്ടായിരുന്നു. അവര് നടന്ന കാര്യങ്ങളൊക്കെ ജിയോട് പറഞ്ഞു. അതിന് ജി പറയുന്നത്, അവൾ ഒരിക്കലും നിങ്ങളെ വെറുതെ വിടാൻ പോണില്ല. കാരണം ഇപ്പോ ആ ഹോട്ടലിന്റെ ഓണർ അത് നക്രോബാണ്. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന എല്ലാ ഓണേഴ്സിനെയും അവള് തന്നെയാണ് കൊന്നത്. ഇത് കേട്ട് നക്രോബിന്റെ തലയൊക്കെ പെരുക്കാൻ തുടങ്ങി. കയ്യിലുള്ള കാശും പോയി കടത്തിന് മീതെ കടം വന്നു. അവന് ദേഷ്യം വന്ന് നല്ലതുപോലെ മദ്യപിക്കുന്നുണ്ട്. പിന്നീട് ആ ഹോട്ടലിലേക്ക് തനിയെ വന്ന് ആ പ്രേതത്തെ ചീത്ത വിളിക്കുകയാണ്. ഇതിപ്പോ എന്റെ സ്ഥലമാണ്, കണ്ടോ, ഈ പേപ്പർ കണ്ടോ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ. ഇതിന്റെ ടാക്സ് അടച്ചത് ഞാനാണ്, ഈ ഹോട്ടലിന്റെ പണം കൊടുത്തത് ഞാനാണ്, നീ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയിക്കോ. ഇത് കേട്ടതും ലളിതയുടെ പ്രേതത്തിന് ദേഷ്യം വന്നു. ഞാൻ എവിടെയും പോവില്ല. ആ പ്രേതം അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുക. ഈ സമയത്താണ് മറ്റു 3 പേരും നായകനെ തെരഞ്ഞ അങ്ങോട്ട് വരുന്നത്. ആ പ്രേതം അവനെ തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് ബോധം തെളിഞ്ഞ നായകൻ അവരോട് പറയും, നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയാലോ. ഇത് കേട്ടതോടെ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി വന്നല്ലോ, അത് മതി, വേഗം ചെല്ല്. അവന്റെ മനസ്സ് മാറുമ്പോഴേക്കും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യേ. കൂട്ടുകാര് 2 പേരും തിരക്കിട്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാ. എന്നാ ചോക്കങ്കളിനെ ഇത് വിശ്വസിക്കാൻ വയ്യ. ചെറുക്ക, ഇത് നീ തന്നെയാണോ, അതോ നിന്റെ മേത്ത് പ്രേതം കേറിയ? ഇത് കേട്ട് നക്രോബ് അങ്ങനെ പ്രേതം കേറിയതുപോലെ മാമനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. മാമൻ പേടിച്ച് കരയുക. ഈ കരച്ചില് കേട്ട് മറ്റു 2 പേരും നോക്കുമ്പോ എന്താ, മാമനും മോനും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് നിൽക്കുകയാണ്. അങ്കിള് പെട്ടെന്ന് തന്നെ മകന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എടാ, ആ ചെറുക്കനെ പ്രേതം പിടിച്ചിടാ നോക്ക്. അതേസമയം തന്നെ നാമിന്റെ ദേഹത്തേക്ക് പ്രേതം കയറി ഇവിടെ നിന്ന് ഓടി പോവാൻ പറഞ്ഞ് നായകന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയ നാമാണെങ്കില് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. നീ പറഞ്ഞതുപോലെ നമുക്ക് തിരിച്ചു പോവാം, അല്ലെങ്കിൽ ആ പ്രേതം നമ്മളെ കൊന്നുകളയും. എന്നാലോ നായകൻ തിരിച്ചു പോവാൻ തയ്യാറല്ല. ഇവിടെ നിന്ന് ആ പ്രേതം കൊല്ലും. ഇനി നാട്ടിലേക്ക് തിരിച്ചു പോയാലേ ആ പലിശക്കാരൻ വെടിവെച്ച് കൊല്ലും. അതുകൊണ്ട് ഇതൊന്നും വിട്ട് എന്നെ കൊണ്ട് പോവാൻ പറ്റില്ല. നമ്മൾ ഈ ഹോട്ടലിന്റെ പണി തീർക്കും, ഇത് മറച്ചു വിൽക്കും, എന്നിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. അടുത്ത ദിവസം അവര് ഒരു ഗോസ്റ്റ് ഹണ്ടറെ ആ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഡോക്ടർ ജോൺ. പുള്ളിക്കാരൻ ഈ TV ഷോയിലൊക്കെ പ്രേതബാധ ഒഴിപ്പിക്കുന്നതൊക്കെ ലൈവായിട്ട് കാണിക്കും. വലിയ മന്ത്രവാദിയാണ്. പുള്ളിക്കാരനാണെങ്കിൽ കുറെ നേരമായിട്ട് ആ പ്രേതത്തിന്റെ മുറിക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ഹോളി വാട്ടർ തന്നെ നോക്കിക്കൊണ്ട് അനങ്ങാതിരിക്കുകയാണ്. ഇപ്പോ നക്രോബ് പറയും, അതുകൊണ്ടൊന്നും കാര്യമില്ല, ഒരു ബുദ്ധസന്യാസി ഈ വെള്ളമൊക്കെ തളിച്ചിട്ട് പേടിച്ചോടിപ്പോയി. ഇവരെന്തൊക്കെ പറഞ്ഞിട്ടും മൂപ്പർക്ക് എന്തെങ്കിലും അനക്കമുണ്ടോ? ഇനി പ്രേതം കയറിയതാണോ? നായകൻ ആ മന്ത്രവാദിക്ക് ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. ഇപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. പുള്ളിക്കാരനെ കേൾവിയില്ല. ഇവര് പറയുന്ന ഒരു കാര്യങ്ങളും അയാൾക്ക് കേൾക്കാൻ പറ്റില്ല.
പിന്നെ ഒച്ചത്തില് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് 2-3 അക്ഷരങ്ങള് കേട്ടാലായി. ഡോക്ടർ പിന്നെ സിൽവർ ബുള്ളറ്റ് ഉള്ള തോക്കെടുത്ത് ആ ഡോറിലേക്ക് ചറപറാന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിപ്പോ ആ പ്രേതത്തെ വെടിവെച്ചിടാതെ ഡോറിലേക്ക് ഷൂട്ട് ചെയ്തതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഡോക്ടർ അങ്ങനെ ഓരോ തവണ വെടിവെക്കുമ്പോഴും വേദനിക്കുന്നത് നക്രോബിനാണ്. അവൻ താഴെ കിടന്ന് പെടയുന്നുണ്ട്. ഇവരിവിടെ നിർത്ത് എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് പുള്ളിക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റുമോ? സുക്രോങ് പെട്ടെന്ന് തന്നെ ആ ഡോക്ടറെ ചെന്ന് പിടിച്ചു മാറ്റി. ഈ സമയം ഡോക്ടർ തിരിഞ്ഞു നോക്കുമ്പോ ദേ പിന്നിലെ ലളിതയുടെ പ്രേതം. അയാള് പെട്ടെന്ന് തന്നെ ആ തോക്കെടുത്ത് പ്രേതത്തിന്റെ നെറ്റിയിലേക്ക് വെച്ച് ചിരിക്കാൻ തുടങ്ങി. പുള്ളിക്കാരൻ ആ പ്രേതത്തെ ഇപ്പൊ കൊല്ലുന്നു വിചാരിച്ച് മറ്റു 4 പേരും ചിരിക്കുക. എന്നാ ആ ചിരി ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സ്റ്റോപ്പായി. തോക്കിലെ ബുള്ളറ്റ് തീർന്നു. ആ പ്രേതം ഡോക്ടറിന്റെ തല പിടിച്ച് ഒടിച്ച് തിരിച്ചു കളഞ്ഞു. അയാളെ കൊലപ്പെടുത്തി. ഈ ക്രൂരമായ കാഴ്ച കണ്ട് മാമനും മോനും പേടിച്ചലറിക്കൊണ്ട് താഴേക്കോടി. മറ്റു 2 പേർക്കും നിന്നിടത്ത് നിന്ന് അനങ്ങാൻ വയ്യ, കാല് ഫ്രീസായി. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തില് അവര് താഴേക്കെത്തി. എങ്ങോട്ട് തിരിഞ്ഞാലും ലളിതയുടെ പ്രേതമാണ്. ഇപ്പോ ആ പ്രേതം നായകന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. ചോക്കങ്ങള് കയ്യിൽ കിട്ടി എന്തോ കൊടുത്ത് നായകന്റെ തലയ്ക്കൊരൊറ്റ അടി. അവന്റെ ബോധം പോയി. ഇവരങ്ങനെ നായകനെ നോക്കി കണ്ണും തള്ളി പേടിച്ചു നിൽക്കുമ്പോ കുറച്ചു മുൻപ് കൊല്ലപ്പെട്ട ഡോക്ടർ ജോൺ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? എന്റെ കൂടെ വാ, ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. ഇതും പറഞ്ഞ് പുള്ളിക്കാരൻ അവരെ ആ കെട്ടിടത്തിന് മുകളിലേക്ക് കൊണ്ടുപോവാ. നായകൻ ബോധം കെട്ട് കിടക്കല്ലേ. അവരവനെ സ്റ്റെപ്പ് വഴി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. വേദനയെടുത്ത് അവൻ കരയുന്നുണ്ട്. ഒരു വിധത്തില് ഡോക്ടർ അവരെ കൂട്ടി റൂഫിലെത്തി. ഇതാണോ രക്ഷപ്പെടാനുള്ള വഴി? ഇനി എന്താ താഴേക്കെടുത്ത് ചാടണോ? അതിന് ഡോക്ടർ പറയും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. ഇത് കേട്ട് നാമിന് എന്തോ പന്തികേട് തോന്നി. അല്ല, ഡോക്ടർക്ക് ചെവി കേൾക്കില്ലല്ലോ. അടുത്ത സെക്കൻഡിൽ തന്നെ ഡോക്ടർ താഴേക്ക് കൈ ചൂണ്ടിയിട്ട് പറയും, ഇതാണ് ഞാൻ പറഞ്ഞ രക്ഷപ്പെടാനുള്ള വഴി, മരണം. ഇതും പറഞ്ഞ് അയാള് താഴേക്കെടുത്ത് ചാടി. ഇവര് അലറിക്കറഞ്ഞ് താഴേക്ക് ഓടാനായിട്ട് ഡോറിന്റെ അടുത്തേക്ക് എത്തിയതും അപ്പോ താഴേക്ക് ചാടിയ ഡോക്ടറിന്റെ പ്രേതം വീണ്ടും മുകളിലേക്ക് ഓടി വന്ന് താഴേക്കെടുത്ത് ചാടുന്നു. അതൊരു ലൂപ്പില് പെട്ടതുപോലെ ഡോക്ടർ ഇങ്ങനെ താഴേക്ക് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവരാണെങ്കില് എന്ത് ചെയ്യണോന്നറിയാത്തൊരവസ്ഥയിലാണ്. അവരെങ്ങനെയൊക്കെയോ ഒരു വിധത്തില് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. കാലൊക്കെ ഒടിഞ്ഞു തിരിഞ്ഞ നായകൻ വേദന താങ്ങാനാവാതെ അവിടെ നിന്ന് എണീക്കാൻ നോക്കുമ്പോ ദേ അവിടെയുള്ള ലൈറ്റില് ഒരു പ്രേതം തൂങ്ങിക്കിടക്കുന്നു. അങ്ങനെ തന്നെ ആ ലൈറ്റും പൊട്ടി അവന്റെ ദേഹത്തേക്ക് വീണു. അടുത്ത സീനിലെ നായകൻ ഒരു ആശുപത്രിയിലാണ്. കൂടുതല് അപകടമൊന്നും പറ്റിയില്ല. ഈ സമയം നാം പഴയ കുറെ ന്യൂസ് പേപ്പേഴ്സ് നമ്മുടെ നായകന് കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ ആ ഹോട്ടലിന്റെ ഓണേഴ്സിന്റെ മരണവാർത്തയാണ്. അതും അത്രയും ക്രൂരമായിട്ടാണ് ലളിതയുടെ പ്രേതം അവരെ കൊന്നിരിക്കുന്നത്. ഇതേ സമയം നക്രോബിന്റെ ഗേൾ ഫ്രണ്ട് അവനെ തുടർച്ചയായിട്ട് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ്. കുറെ നാളായിട്ട് അവന്റെ യാതൊരു വിവരവും ഇല്ലല്ലോ. എന്നാ നായകൻ ആ ഫോൺ എടുക്കില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഗേൾ ഫ്രണ്ടിനോട് പറഞ്ഞ അവൾ അത് വിശ്വസിക്കാൻ പോണില്ല. ഈ സമയത്താണ് ആ ബാറിലെ ലേഡി നമ്മുടെ നായകനെ ഫോൺ ചെയ്യുന്നത്. നിന്നെ കാണാൻ ഏതൊരു കണ്ണു കാണാത്ത മന്ത്രവാദി വന്നിട്ടുണ്ട്. പുള്ളിയുടെ ദിവ്യദൃഷ്ടിയില് ആ പ്രേതത്തെ കണ്ടെന്നോ നായകനെ കണ്ടെന്നോ ആ പ്രേതത്തെ ഇല്ലാതാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം എന്നൊക്കെയാണ് ആ മന്ത്രവാദി നായകനോട് പറയുന്നത്. അന്ന് രാത്രി തന്നെ അവര് പ്രേതത്തെ ഒഴിപ്പിക്കാൻ ഹോട്ടലിലെത്തി. ആ കണ്ണു കാണാത്ത മന്ത്രവാദിക്ക് സഹായത്തിനായിട്ട് മറ്റൊരു മന്ത്രവാദി കൂടിയുണ്ട്. 1 ലക്ഷം ഉണ്ടെങ്കിലേ ഞാൻ ആ പ്രേതത്തെ ഒഴിപ്പിക്കൂ. ഇത് കേട്ട് നായകൻ ആകെ ഷോക്കായി. അവന് വേറെ വഴിയില്ല. അങ്ങനെ ആ മന്ത്രവാദി ഒരു മാന്ത്രിക കത്തിയായിട്ട് 404-ാമത്തെ മുറിയുടെ അടുത്തേക്ക് ചെന്നു. ഈ കത്തി കൊണ്ട് ആ പ്രേതത്തിന്റെ ഹൃദയത്തിലേക്ക് കുത്തിയാലേ അവൾ ഇവിടെ നിന്ന് പോവൂ. അവൾക്ക് പുനർജനിക്കാൻ കഴിയൂ. അയാൾ ആ പ്രേതത്തെ കൊല്ലാനായിട്ട് ഡോറിന്റെ അടുത്തേക്ക് നടന്നതും പുള്ളിക്ക് കണ്ണു കാണത്തില്ലല്ലോ. കാല് തന്നെ കയ്യിലുണ്ടായിരുന്ന ആ മാന്ത്രിക കത്തി താഴേക്ക് വീണു. ബാക്കിയുള്ളവര് ആ കത്തി തെരയുന്നുണ്ട്. അതിപ്പോ കാണുന്നില്ല. ആ മന്ത്രവാദി ആവട്ടെ കത്തി തെരഞ്ഞ് നേരെ ചെല്ലുന്നത് ആ പ്രേതത്തിന്റെ അടുത്തേക്കാണ്. അല്ല, ഇത് എന്റെ കത്തിയല്ലല്ലോ, ഇത് ചെറുതല്ലേ. ഇത് പറയേണ്ട താമസം അതേ കത്തി വെച്ച് തന്നെ ലളിതയുടെ പ്രേതം ആ മന്ത്രവാദിയെ കൊലപ്പെടുത്തി. ഈ കാഴ്ച കണ്ട് അവരങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയത്താണ് ആ മന്ത്രവാദിയുടെ സഹായിയില്ലേ, അയാൾ ആ മാന്ത്രിക കത്തിയെടുത്ത് പ്രേതത്തിന്റെ ദേഹത്തേക്ക് കുത്തി. ഇത് കണ്ട് മറ്റുള്ളവരെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, അവളെ കൊല്ല്, വയറ്റിലേക്കല്ല ഹാർട്ടിലേക്ക് കുത്ത്. ആ മന്ത്രവാദി ആവട്ടെ ആ കത്തിയും പിടിച്ച് അവരോട് പണം ചോദിക്കും. 2 ലക്ഷം. എനിക്ക് പണം തന്നാലേ ഞാൻ അവളെ കൊല്ലൂ. നക്രോബിന് എന്ത് പറയണോന്നറിയില്ല. അവന്റെ കയ്യില് 10 പൈസയില്ല. അവരാ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഗ്യാപ്പില് ലളിതയുടെ പ്രേതം ആ മന്ത്രവാദിയുടെ തല പിടിച്ച് ഒടിച്ചു കളഞ്ഞു. അങ്ങനെ 2 ലക്ഷത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനമായി. ഇത് കണ്ട നക്രോബിന് നല്ല ദേഷ്യം വന്നു. ദുഷ്ടയായ പ്രേതം, നിനക്ക് ആളുകളെ പേടിപ്പിച്ചാ പോരെ, എന്തിനാ നീ മനുഷ്യരെ കൊല്ലുന്നേ? നീയൊക്കെ നരകത്തിലേക്ക് പോവൂന്നും പറഞ്ഞ് നായകൻ ആ പ്രേതത്തെ ശപിക്കുകയാണ്. അവന് ദേഷ്യം വന്ന് കണ്ടതൊക്കെ ആ പ്രേതത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. മറ്റുള്ളവരാണെങ്കില് ഒന്നും മിണ്ടാതിരിക്കടാ, നമ്മൾ ചത്തുപോവെന്നും പറഞ്ഞ് അവനെ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് താഴെ എത്തി.
അവരെ പെട്ടെന്ന് തന്നെ കാറിലേക്ക് ഓടിക്കേറി. പിന്നീട് കാറിലിരുന്ന് തർക്കിക്കാൻ തുടങ്ങി. നാമു പറയും, നിന്നെ ഞാൻ എന്റെ ചേട്ടനായിട്ടാണ് കണ്ടത്. ഞാൻ എത്ര വട്ടം പറഞ്ഞു നമുക്ക് ഈ സ്ഥലം വേണ്ട, തിരിച്ചു പോവാന്ന്. അപ്പൊ നിനക്ക് ഗേൾഫ്രണ്ട് മതി, പണം മതി. ഞങ്ങളെ പറ്റി എന്തെങ്കിലും വിചാരമുണ്ടോ? ഇവരങ്ങനെ വഴക്കിടുന്ന നേരത്താണ് അവന്റെ ഗേൾഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. നായകനെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ വയ്യ. ഇനി തനിക്ക് തോന്നുന്നതാണോ അതോ ഇത് ലളിതയുടെ പ്രേതമാണോ? അവൻ പതിയെ ചെന്ന് ലിന്നിന് ഒരു നുള്ളു വെച്ചു കൊടുത്തു. അതവന്റെ ഗേൾഫ്രണ്ട് തന്നെയാണ്. ഇതാണോ നിന്റെ ലാസ്റ്റ് ചാൻസ്? നിനക്ക് എന്താ പറ്റിയത്? നീ ഇവിടെ എന്തേ ചെയ്യുന്നേ? നായകൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഇവിടെ നിന്നാ ശരിയാവില്ല, ഇവിടെ പ്രേതമുണ്ട്. ഗേൾഫ്രണ്ട് ആണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. നക്രോബ് മനഃപൂർവ്വം തന്നെ ഒഴിവാക്കാനായിട്ട് കള്ളങ്ങൾ പറയാണെന്നാണ് ഗേൾഫ്രണ്ട് ചിന്തിക്കുന്നത്. അവൻ എത്ര തന്നെ കരഞ്ഞ് കാല് പിടിച്ചിട്ടും ലിൻ അതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഈ സമയം പൊസസായ ലിൻ നക്രോബിന്റെ കഴുത്തിന് പിടിച്ച് അവനെ ഭീഷണിപ്പെടുത്തുക. നീ ഇപ്പോ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിന്റെ ഗേൾഫ്രണ്ടിനെ ഞാൻ കൊന്നുകളയും. ദേഷ്യം വന്ന നായകനാണെങ്കിൽ ആ പ്രേതത്തിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. എന്നാ ഇപ്പൊ നോക്കുമ്പോ അത് ആ പ്രേതമല്ല, അത് ലിന്നാണ്. ഇതവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എനിക്കിനി നിന്റെ നുണകൾ കേൾക്കാൻ വയ്യ, നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ലിൻ അവനോട് ഗുഡ് ബൈ പറഞ്ഞു പോവാണ്. ഇതിനെല്ലാം കാരണം ആ പ്രേതമാണ്. ഒന്നുകില് ഞാൻ അല്ലെങ്കിൽ ആ പ്രേതം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോവാം. അതിന് ചോക്കങ്ങള് പറയും പോവാനോ? എങ്ങോട്ട്? നാട്ടിലേക്ക് ചെന്ന ആ പലിശക്കാരന് പണം കൊടുക്കും. ഇതിനൊക്കെ ഒരവസാനം വേണമെന്ന് പറഞ്ഞ് അവരാ പ്രേതത്തെ കൊല്ലാനായിട്ട് ഹോട്ടലിലെത്തി. പ്രേതം കഴുത്ത് പിടിച്ച് ഞെരിക്കാതിരിക്കാൻ എന്തൊക്കെയോ കഴുത്തിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇപ്പോ മെയിൻ ഡോറ് അവർക്ക് മുന്നിൽ തനിയെ തുറന്നു വന്നു. ആ ഹോട്ടലിനകത്ത് ഒരുപാട് ഡെഡ് ബോഡികൾ ഉണ്ടായിരുന്നു. ആ പ്രേതം കൊലപ്പെടുത്തിയ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രേതങ്ങളും അതിനകത്തുണ്ടായിരുന്നു. ലളിതയുടെ പ്രേതം അവരെ പറ്റിക്കാനായിട്ട് ഇതുപോലെ പല ട്രിക്സും കാണിക്കുമെന്ന് അവർക്കറിയാം. ആരുടെങ്കിലും ദേഹത്തേക്ക് പ്രേതം കയറിയെന്നറിയാൻ ഓരോരുത്തരും ഓരോ കോഡ് പറയണം. അതായത് ഞാൻ പ്രേതമല്ല എന്ന് തെളിയിക്കാൻ ഓരോരുത്തരും പാട്ട് പാടണം. എന്തായാലും ആ പാട്ട് പാടി തീരുമ്പോഴേക്കും എല്ലാത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. അങ്ങനെ പാട്ടൊക്കെ പാടി കൂടെയുള്ളത് പ്രേതമല്ല എന്നുറപ്പിച്ച് അവരെ പ്രേതത്തിന്റെ മുറി തട്ടി നോക്കി. ആ ഡോർ അങ്ങനെ തനിയെ തുറന്നു വന്നു. ഈ ഒരു സീനാണ് നമ്മൾ ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടത്. അവരാ മുറിക്കകത്തേക്ക് കയറി പ്രേതത്തെ തെരയാ. ലളിത, ഇങ്ങനെയാണോ നീ നിന്റെ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്? ഇത് പറഞ്ഞ് അവര് തിരിഞ്ഞു നോക്കുമ്പോ ആ പ്രേതം അവരുടെ പിന്നിൽ നിൽക്കുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടത്? നീ മരിച്ചതല്ലേ, പിന്നെ നിനക്കെന്തിനാ ഈ ഹോട്ടല്? അതിന് പ്രേതം പറയും, എന്നാ നീ എന്നെ പോലെ മരിക്കടാ എന്നും പറഞ്ഞ് അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം തന്നെ നക്രോബ മാന്ത്രിക കത്തിയെടുത്ത് ആ പ്രേതത്തിന്റെ ഹാർട്ടിലേക്ക് കുത്തി. ലളിതയുടെ പ്രേതം അവിടെ നിന്ന് മറഞ്ഞുപോയി. എല്ലാം തീർന്നു, ആ പ്രേതത്തിന്റെ ശല്യം തീർന്നു എന്ന് പറഞ്ഞ് നായകൻ തന്റെ കഴുത്തിലുണ്ടായിരുന്നതൊക്കെ അഴിച്ചു പറിച്ചു കളഞ്ഞു. പെട്ടെന്ന് തന്നെ നക്രോബിന്റെ മട്ടും ഭാവൊക്കെ ആകെ മാറി. ആ പ്രേതം എവിടെയും പോയിട്ടില്ല. നക്രോബിന്റെ കൺട്രോള് നഷ്ടപ്പെട്ട് അവന്റെ തല ചുമരിലിടിക്കുകയാണ്. ഇവർക്കാണെങ്കിലേ എന്ത് ചെയ്യണമെന്നറിയില്ല. സുക്രോങ് പെട്ടെന്ന് തന്നെ നായകന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇടികിട്ടി അവന്റെ ബോധം പോയി. ഇപ്പോഴാണ് നായകന് ബോധം വരുന്നത്. മോന്തിയൊക്കെ എന്തായാലും ചമ്മന്തിയായിട്ടുണ്ട്. ഇപ്പോ അവർക്ക് ആ ചുമരില് രക്തക്കറ കാണാം. അതെന്താന്നറിയാനായിട്ട് അവർ ആ വാൾപേപ്പർ കീറി നോക്കി. അത് ലളിത മരിക്കുന്നതിന് മുന്നേ തന്റെ രക്തം കൊണ്ട് എഴുതിയതാണ്. ഞാൻ എന്നും എപ്പോഴും നിന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് കണ്ട് നായകൻ എന്തോ സ്ട്രൈക്കായി. നിന്റെ കൂടെ എപ്പോഴും. അപ്പോ ഇവിടെ ലളിതയുടെ പ്രേതം മാത്രമല്ല ഉള്ളത്, ഭർത്താവിന്റെ പ്രേതമുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ആ മുറി അങ്ങനെ മൊത്തത്തിൽ കുലുങ്ങാൻ തുടങ്ങി. സാധനങ്ങളൊക്കെ പറന്ന് തെറിച്ച് വീഴുന്നു. ആ പ്രേതം അവരോട് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ അലറുക. പെട്ടെന്ന് ടബേന്ന് പറഞ്ഞ എല്ലാം സ്റ്റോപ്പായി. ആകെ സൈലന്റ് ആയി. ഇപ്പോ നാമിന് അവിടെയുള്ള ബെഡിനടിയിന്ന് ഒരു ഡയറി കിട്ടി. അത് ആ പ്രേതത്തിന്റെ ഡയറിയാണ്. അത് വായിച്ചപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി. ലളിതയ്ക്ക് തന്റെ ഭർത്താവിന് ജീവനായിരുന്നു. അവള് തന്റെ ഹൃദയം ഓങ്കാറിന് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ആ മാന്ത്രിക കത്തി വർക്ക് ചെയ്യാതിരുന്നത്. ആ പ്രേതം ഇവിടെ നിന്ന് പോവാതിരുന്നത്. അതായത് ലളിതയുടെ പ്രേതത്തെ ഇല്ലാതാക്കണമെങ്കിൽ ഓങ്കാറിന്റെ പ്രേതത്തിന്റെ ഹാർട്ടിലേക്ക് ആ മാന്ത്രിക കത്തി കൊണ്ട് കുത്തണം. ഇനി ഓങ്കാറിന്റെ പ്രേതത്തെ എവിടെ ചെന്ന് കണ്ടെത്തും? അവരാകെ തല പുകഞ്ഞു നിൽക്കുന്ന നേരത്താണ് ആ മുറിയുടെ ഒരു മൂലയ്ക്ക് നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. എന്നെ സഹായിക്ക്. നായകൻ പതിയെ ചെന്ന സ്ക്രീൻ മാറ്റി നോക്കുമ്പോ അത് ഓങ്കാറിന്റെ പ്രേതമാണ്. ആ പ്രേതത്തെ ലളിത ചങ്ങലക്കിട്ട് ബന്ധിച്ചിരിക്കുക, അയാൾ ഓടിപ്പോവാതിരിക്കാൻ. ഇത് കണ്ട് നായകൻ പേടിച്ചരണ്ട് താഴേക്ക് വീണു. ഈ സമയം മാമന്റെ ദേഹത്തേക്ക് പ്രേതം കയറി നായകനെ പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കി അവനെ കൊല്ലാൻ നോക്കുകയാണ്. സുക്രോങ് വേഗം തന്നെ അച്ഛനെ പിടിച്ചു മാറ്റി ഡാഡിയുടെ തലക്കടിച്ച് വീഴ്ത്തി. അപ്പോഴേക്കും ലളിത ആ കത്തിയായിട്ട് അവരെ കൊല്ലാനായിട്ട് വന്നു. ഉടനെ തന്നെ നാമ് ഓങ്കാറിന്റെ പ്രേതത്തെ പിടികൂടി. എന്റെ സുഹൃത്തുക്കളെ തൊട്ടുകഴിഞ്ഞാ നിന്റെ പ്രാണനെ ഞാൻ ഇല്ലാതാക്കും. നാമാവട്ടെ അങ്ങനെ തന്നെ ആ കത്തി ഓങ്കാറിന്റെ നെഞ്ചിലേക്ക് കുത്തി. നോക്കുമ്പോ ആ കുത്തുകൊണ്ടത് അവന്റെ കയ്യിലാണ്. ഓങ്കാറിന്റെ പ്രേതം അവിടെ നിന്ന് മറഞ്ഞുപോയി. പതിയെ പതിയെ ആ മുറി മൊത്തത്തില് മാറാൻ തുടങ്ങി.
അങ്ങനെ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു ദിവസം ഓങ്കാർ വന്ന് വൈഫിനോട് പറയും, ഞാൻ ഈ ഹോട്ടലിൽ വിറ്റു. ഇത് കേട്ട് ലളിത ആകെ ഷോക്കായി. അതെങ്ങനെ എന്നോട് പറയാതെ നിനക്ക് ഈ ഹോട്ടലിൽ വിൽക്കാൻ പറ്റും? നമ്മുടെ ജീവിതാവസാനം വരെ ഇവിടെ താമസിക്കാന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ? ഓങ്കാർ ആണെങ്കില് വൈഫ് പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല. ഇത് നിന്റെ സ്ഥലമാണ്, ഈ ഹോട്ടൽ എന്റെയാണ്. ആ ഹോട്ടലിൽ വിറ്റതിന്റെ പകുതി ഷെയർ അവൻ ലളിതയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവൾ ആ കാശ് വലിച്ചെറിഞ്ഞു. കാര്യം എന്താന്ന് വെച്ചാല് ഓങ്കാർ ഇപ്പോ ഈ ഹോട്ടലിലെ സ്റ്റാഫുമായിട്ട് അടുപ്പത്തിലാണ്. ഇത്രയും നാളും ഓങ്കാർ തന്റെ വൈഫിനെ ചീറ്റ് ചെയ്യായിരുന്നു. അവനിപ്പോ ആ പെണ്ണിന്റെ കൂടെ പോണം. തന്റെ പ്രണയത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ലളിത ഓങ്കാറിന്റെ കൂടെ വന്നത്. നിനക്ക് തരാനുള്ള കാശൊക്കെ ഞാൻ തിരികെ തന്നിട്ടുണ്ട്, ഞാൻ പോവാന്നും പറഞ്ഞ് ഓങ്കാർ ആ മുറിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ ലളിത ഒരു കത്തിയെടുത്ത് തന്റെ കഴുത്തിലേക്ക് വെച്ചു. നീ എനിക്ക് എല്ലാം തിരിച്ചു തന്നോ? നീ ഇല്ലാതെ പിന്നെ ഞാനില്ല, എനിക്ക് മറ്റാരുമില്ല. നിനക്ക് ഞാൻ എന്റെ പ്രണയം തന്നു, എന്റെ ഹൃദയം തന്നു, അതെനിക്ക് തിരിച്ചുതാ. ഇത് കേട്ട് പേടിച്ചു പോയ ഓങ്കാർ ആ കത്തി പിടിച്ച് വാങ്ങാൻ നോക്കി. പിന്നെ പിടിവലിയായി ബഹളമായി. അങ്ങനെ അവസാനം ലളിതയുടെ കയ്യിലുണ്ടായിരുന്ന ആ കത്തി കൊണ്ട് ഓങ്കാറിന്റെ കഴുത്ത് മുറിഞ്ഞു. അടുത്ത നിമിഷം തന്നെ അവൻ അവിടെ മരിച്ചു വീണു. അതേ കത്തി കൊണ്ട് തന്നെ ലളിതയും മരിക്കുകയായിരുന്നു. ഈ ഫ്ലാഷ് ബാക്കിൽ നടന്ന കാര്യങ്ങൾ കണ്ട് നക്രോബാഗ തകർന്നിരിക്കുക. അവനും അവന്റെ ഗേൾഫ്രണ്ടിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. എപ്പോഴും കാശിന്റെ പിന്നാലെയായിരുന്നു. നാമും കൂട്ടുകാരും ചേർന്ന് പെട്ടെന്ന് തന്നെ താഴെ കിടന്നിരുന്ന ഓങ്കാറിന്റെ പ്രേതത്തെ പിടികൂടി. ഇത് കണ്ട് ആ പ്രേതം ഇങ്ങനെ കരയാൻ തുടങ്ങി. ഞങ്ങളെ പിരിക്കല്ലേ. അവള് ഓങ്കാറിന്റെ കാല് തൊടാൻ നോക്കിയെങ്കിലും അവൻ ഇപ്പോഴും തന്റെ വൈഫിനോട് ദേഷ്യത്തിലാണ്. ഇത് കണ്ട് ചോക്കങ്ങള് ലളിതയുടെ പ്രേതത്തെ വഴക്ക് പറയുക. നീ എന്തിനാ ഇല്ലാത്ത സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കുന്നേ? അവൻ അന്നേ പറഞ്ഞതല്ലേ അവൻ നിന്റെ കൂടെ ഹാപ്പി അല്ലാന്ന്. അവൻ പോട്ടെ. ഒരു വശത്ത് ലളിത ഭർത്താവിന്റെ കാല് പിടിച്ച് കറിയ, എന്നെ വിട്ട് പോവല്ലേ, എന്നെ തനിച്ചാക്കല്ലേ. മറ്റൊരു വശത്ത് ഓങ്കാർ അവളോട് കരഞ്ഞോണ്ട് പറയുന്നു, എന്നെ വിട്ടേക്ക്, ഞാൻ പൊയ്ക്കോളാം, എനിക്കിനി ഇവിടെ കിടന്ന് നരകിക്കാൻ വയ്യ. നാമു പെട്ടെന്ന് തന്നെ ആ മാന്ത്രിക കത്തികൊണ്ട് ഓങ്കാറിന്റെ നെഞ്ചിലേക്ക് കുത്താൻ നോക്കിയതും പെട്ടെന്ന് തന്നെ നായകൻ അവനെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇവിടെ തീരുമാനം എടുക്കേണ്ടത് നമ്മളല്ല, അവര് രണ്ടുപേരുമാണ്. അവരങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു. ഇത് കണ്ട് നാമിന് വല്ലാതെ ദേഷ്യം വന്നു. അവനോട് ഒത്തിരി ചൂടായി. അതിന് നായകൻ പറയും, ഓങ്കാറിന്റെ ഈ അവസ്ഥയിൽ നിന്ന് അവനെ മോചിപ്പിക്കേണ്ടത് അത് നമ്മളല്ല, അവനെ ആരാണോ സ്നേഹം കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത് അവര് തന്നെയാണ്. ഇത് കേട്ട് ചോക്കങ്ങൾ ചോദിക്കും, നീ ഇപ്പൊ സംസാരിക്കുന്നത് ലളിതയുടെ നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ചാണോ അതോ നിന്റെ പ്രണയത്തെക്കുറിച്ചാണോ? കുറെ നേരം നായകൻ അങ്ങനെ സൈലന്റ് ആയിട്ട് നിന്നു. അവൻ പിറ്റേന്ന് തന്നെ ലളിതയെ കാണാനായിട്ട് 404 മുറിയിലേക്ക് ചെന്നു യാത്ര പറയാൻ. നീ പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്നെ ഇപ്പോഴും പേടിയാ. നീ ഇവിടെ തന്നെ താമസിക്കാൻ പോവാണോ? അതുകൊണ്ട് നീ ഹാപ്പി ആവൂ. നമ്മള് സ്നേഹിച്ച ഒരാള് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് അത്രത്തോളം വേദനയാണ്. ഞാനൊരിക്കലും നിന്നെ പോലെ ആവില്ല. അവളെ ഞാൻ ഇതുപോലെ പിടിച്ചു വെക്കത്തില്ല. നിനക്ക് ഇഷ്ടമുള്ള കാലത്തോളം നിനക്ക് ഈ ഹോട്ടലിൽ കഴിയാം. അവൻ ആ പ്രേതത്തോട് യാത്ര പറഞ്ഞിറങ്ങി. നായകൻ ഗേൾഫ്രണ്ടിന് കോൾ ചെയ്ത് അവൻ ചെയ്ത തെറ്റിനെല്ലാം തന്നെ മാപ്പ് പറയുന്നു. അവര് സന്തോഷത്തോടെ തന്നെ ബ്രേക്കപ്പ് ആവുന്നു. ലിൻ അവനെ മനസ്സിലാക്കുന്നുണ്ട്. മറുവശത്ത് ലളിത ഓങ്കാറിനെ സ്വതന്ത്രനാക്കി അവനെ ആ ഹോട്ടലിൽ നിന്ന് യാത്രയാക്കുക. ഇവിടെ നക്രോബും കൂട്ടുകാരും പെട്ടിയും കിടക്കിയൊക്കെ എടുത്ത് നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. ആ പലിശക്കാരൻ അവൻ അങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും നാട്ടിലെത്തിക്കഴിഞ്ഞ നായകന്റെ കാര്യത്തിലൊരു തീരുമാനാവും. ഇനി എന്ത് ചെയ്യും? ആ കാശ് എങ്ങനെ കൊടുക്കും? ഇവനാകെ ടെൻഷൻ അടിച്ച് ആ കാർ ഓടിക്കുമ്പോ ആ ലോട്ടറിക്കാരൻ കാറിന് മുന്നിലേക്ക് വന്ന് ചാടി. അവര് കാറ് നിർത്തി അയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഓക്കെ അല്ലേ? അവരങ്ങനെ കാറിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പോ ആ ലോട്ടറിക്കാരൻ പറയും, എന്തായാലും കാർ ഇടിച്ചു, ഒരു ടിക്കറ്റ് എടുക്ക്, ഇത് അവസാനത്തേതാ. നായകൻ ആ ലോട്ടറി എടുക്കുന്നു. അങ്ങനെ നാട്ടിലേക്ക് പോകുന്നു. ആ പോകുന്ന വഴിക്ക് റേഡിയോയില് അന്നത്തെ ലോട്ടറി വിന്നറിന്റെ നമ്പർ പറയുന്നുണ്ട്. ആ ലോട്ടറിയുടെ അവസാനത്തെ നമ്പർ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അത് 404 ആണ്. അങ്ങനെ നായകൻ ലോട്ടറി വിൻ ചെയ്യുന്നു. അവരെല്ലാവരും ഒത്തിരി ഹാപ്പിയായി. ഇവിടെ ലളിതയാണെങ്കിൽ ആ ഹോട്ടലിൽ വീണ്ടും റൺ ചെയ്യുന്നു. അത് മനുഷ്യർക്ക് വേണ്ടിയല്ല, പ്രേതങ്ങൾക്ക് വേണ്ടിയാണ്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള പ്രേതങ്ങൾ അങ്ങോട്ടേക്ക് താമസത്തിനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സീനോടെയാണ് 404 റൺ റൺ എന്ന ഈ തായ്ലാന്റ് ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്